ഹലോ. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കണേന്ന് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നവരാത്രി തുടങ്ങിയിട്ട് ഇന്ന് 9ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അമ്പലത്തിൽ പോകുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കുമാരി പൂജയുണ്ട്. അതായത് 10 വയസ്സ് താഴെയുള്ള പെൺകുട്ടികളെ ദേവിയാക്കിയിട്ട് പൂജ. അപ്പോൾ അങ്ങനെ ഒരു കുമാരി പൂജയുണ്ട്. അപ്പോൾ ഇന്നത്തെ കുമാരി പൂജയിൽ നമ്മുടെ തമ്പുരു മോളും കൂടിയുണ്ട്. അപ്പോൾ നമ്മുടെ തമ്പുരു മോളം ഒന്ന് കണ്ടാലോ. ദേ നമ്മുടെ തമ്പുരു മോള് നല്ല ദേവിയായിട്ടൊക്കെ ഒരുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇതൊക്കെ ഫുൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ കാണിക്കാൻ നമ്മുടെ ദീദി കുഞ്ഞാണ് കേട്ടോ തമ്പുരുവിനെ ഒരുക്കിയേക്കുന്നത്. അപ്പോൾ നമുക്ക് പൂജയുടെ ചെറിയ ചെറിയ ഷോർട്സ് വീഡിയോ ആണ്. അപ്പോൾ ചെറിയ ചെറിയ പാട്ടൊക്കെ ഞാൻ ഇതിലിടാവേ. അങ്ങനെ ശൂലമൊക്കെ പിടിച്ച് നമ്മുടെ ദേവി ഇവിടെ സെറ്റാണ്. ബാക്കി നമുക്ക് അമ്പലത്തിൽ പോയിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് പാവത്തിന് എങ്ങനെ നിൽക്കണമെന്ന് അറിയാൻ പാടില്ല. കുറേ പോസും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അവസാനം കൊച്ചിൻ തന്നെ മതി. പിന്നെ ഞങ്ങളിതേ അമ്പലത്തിൻ്റെ ഹാളിലേക്ക് കയറി പ്രാർത്ഥിച്ചു. നന്നായിട്ടൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം ഇതുപോലെ ദേവിമാരട്ടോ 9 ദേവിമാരുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് നവരാത്രിയാണല്ലോ. അപ്പം അങ്ങനെ 9 ദേവിമാരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ദേവിമാരും അവരുടെ പാരൻസൊക്കെ നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരെയും തന്നെ പൂജ ചെയ്യാനുള്ള ഭാഗങ്ങളിലായിട്ടൊക്കെ ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ 9 ദേവിമാരും റെഡിയായിട്ടാണ്. എന്നിട്ട് ശാന്തി പൂജ തുടങ്ങാനായിട്ടുള്ള പുറപ്പാടിലാണ്. ഇത് നമുക്ക് കുറച്ച് നേരം പൂജ കാണാവേ. അങ്ങനെ കുറച്ച് നേരത്തെ പൂജകൾക്കൊക്കെ ശേഷം നമുക്ക് അവിടെ പ്രസാദ വിതരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങിച്ചു. രാത്രിത്തെ ഭക്ഷണം നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. വീട്ടിലേക്ക് ഭക്ഷണമായാലും ഇതാണ് നമ്മുടെ ഭക്ഷണം. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നുട്ടാ. വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ അതെ നമ്മുടെ തമ്പുരുമോളൊക്കെ ഉണ്ട്. ഇവിടുന്ന് പോയ കോലും വന്ന കോലും എങ്ങനെയുണ്ടെന്ന് നോക്കി. കൊള്ളാം അല്ലേ. അപ്പോൾ ദേവിയാണോ എന്താണോ എന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ.